ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ജോൺ മിൽട്ടൺ എന്ന പ്രസിദ്ധ ഇംഗ്ലീഷ് കവിക്ക് 44-ാം വയസ്സിൽ തന്നെ തൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടമായി. തനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് വളരെ പ്രസിദ്ധങ്ങളായ പല കവിതകളും അദ്ദേഹം എഴുതിയിരുന്നു. അവയിലൊന്നാണ് ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി എന്ന പ്രസിദ്ധ കവിത. ഒരു പ്യൂരിറ്റൻ ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം. തൻ്റെ ജീവിതം പൊതുജനത്തിൻ്റെ നന്മയ്ക്കായി ചെലവഴിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും പ്യൂരിറ്റൻ വിഭാഗവും ഇംഗ്ലണ്ട് സഭയും തമ്മിലുണ്ടായ പോരാട്ടത്തിന് വേണ്ടി ചെലവഴിച്ചു. ക്രോംവെല്ലിലെ പ്യൂരിറ്റൻ ഗവൺമെൻറ്റിൻ്റെ വിദേശ ഭാഷാ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അന്ധത തൻ്റെ കവിതയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. തൻ്റെ അന്ധതയെക്കുറിച്ചുള്ള ഒരു ചെറു കവിതയിൽ ഹൃദയസ്പർശിയായ തൻ്റെ അനുഭവങ്ങൾ പങ്കിടുന്നതോടൊപ്പം തൻ്റെ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസവും വെളിപ്പെടുത്തുന്നു. ജോൺ മിൽട്ടൺ പിന്നീട് എഴുതിയ സാംസൺ അഗോനിസ്റ്റിസ് എന്ന കവിതയിൽ തൻ്റെ അന്ധതയെക്കുറിച്ചുള്ള അനവധി കാര്യങ്ങൾ കാണാം. ഈ കവിത ബൈബിളിലെ ശിംശോൻ എന്ന വ്യക്തിയെയും അദ്ദേഹത്തെ ഫെലിസ്തീർ പിടിച്ചുകൊണ്ടുപോയി അവൻ്റെ കണ്ണുകളൊക്കെ പൊട്ടിച്ച് ഗസയിൽ ഒരു അടിമയാക്കിയതിനെയും അടിസ്ഥാനമാക്കിയാണ് രചിച്ചിരിക്കുന്നത്. ജോൺ മിൽട്ടൻ്റെ 1967 പുറത്തിറങ്ങിയ പർദീസ നഷ്ടം എന്ന കവിത 9 വർഷം കൊണ്ട് എഴുതിയതാണ്. 1671 എഴുതിയ പർദീസ നേട്ടം പാരഡൈസ് ലോസ്റ്റ് എന്ന കവിത ഇയ്യോബിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുതപ്പെട്ടത്. ഇതിൽ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നത് വിവരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പുസ്തകത്തിലെ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നുടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരാജയങ്ങളും വേദനകളും നിറഞ്ഞതായ ഈ ലോകയാത്രയിൽ നമ്മുടെ മധ്യത്തിൽ വചനം ജീവിക്കുന്ന ഒരു വിളക്കായി ശോഭിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനധ്യാനം നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു കത്തൽ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണേ. വചനവുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം, വചനത്തിൽ വേരൂന്നി വളരുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഇവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.